നമസ്കാരം. ഗസയിലെ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഇന്ന് ദോഹയിൽ തുടക്കം. ഖത്തർ തലസ്ഥാനമായ ദോഹയിലെത്തുന്ന ഇസ്രായേൽ പ്രതിനിധി സംഘവും മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഹമാസ് രണ്ടാം ഘട്ട വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. ഗസയ്ക്ക് മേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഒരാഴ്ച പിന്നിട്ടിരിക്കെ ചർച്ച എത്ര കണ്ട് വിജയിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഉപദേശകൻ ഓഫർ ഫാൽക്കും ഇസ്രായേൽ സംഘത്തിലുണ്ട്. ഈജിപ്തിന്റെ ഖത്തറിന്റെയും മധ്യസ്ഥരുമായുള്ള ചർച്ചയോട് തുറന്ന മനസ്സാണ് ഉള്ളതെന്ന് ഹമാസ് പ്രതികരിച്ചു. എല്ലാ ബന്ദികളുടെയും മോചനം ഉറപ്പുവരുത്തുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയമെന്നും ദോഹയിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്നും US പ്രതിനിധി ആദം ബ്ലോഹ പറഞ്ഞു. അധികം വൈകാതെ തന്നെ കരാർ നിലവിൽ വരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. 2 മാസം നീളുന്ന വെടിനിർത്തൽ കരാറിലൂടെ എല്ലാ ബന്ദികളെയും കൈമാറുന്ന പുതിയൊരു നിർദ്ദേശം മധ്യസ്ഥ രാജ്യമായ ഈജിപ്ത് മുന്നോട്ട് വെച്ചതായും റിപ്പോർട്ടുണ്ട്. ഇതിനിടയിൽ സഹായം പൂർണ്ണമായും വിലക്കിയതിനു പുറമെ ഗസയ്ക്കുള്ള വൈദ്യുതി ബന്ധവും ഇസ്രായേൽ വിച്ഛേദിച്ചു. ഉപരോധത്തിൽ വിലയുന്ന ഗസ നിവാസികളുടെ ജീവിതം ഇതോടെ കൂടുതൽ ദുരിതപൂർണ്ണമാകും. ഇതിനിടെ ഗസയിൽ നിന്ന് പലസ്തീൻ ജനതയെ പുറന്തള്ളാനുള്ള ട്രംപ് പദ്ധതി ഉടൻ തന്നെ പ്രയോഗവത്കരിക്കുമെന്നും തീവ്ര വലതുപക്ഷ മന്ത്രി സ്മോട്രിച്ച് ആവശ്യപ്പെട്ടു. ദിവസവും 5000 പേരെ വീതം ഗസയിൽ നിന്ന് മാറ്റിയാൽ 1 വർഷം വേണ്ടിവരുന്ന പ്രക്രിയയാണിതെന്നും സ്മോട്രിച്ച് പ്രതികരിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ സൈനിക മേധാവി ഇസ്രായേൽ സാമറുമായി വിശദമായി കൂടിക്കാഴ്ച നടത്തി. ദോഹ ചർച്ച വഴിമുട്ടിയാൽ ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുന്ന കാര്യവും ചർച്ചയിൽ ഇടം പിടിച്ചതായി തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പട്ടിണി ആയുധമാക്കുന്ന ഇസ്രായേൽ നടപടി യുദ്ധക്കുറ്റമെന്ന് മുന്നറിയിപ്പ് നൽകി UN. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഗസയിൽ പട്ടിണി ആയുധമാക്കുന്ന ഇസ്രായേൽ നടപടി യുദ്ധക്കുറ്റമെന്ന് UN മനുഷ്യാവകാശ ഓഫീസ് മുന്നറിയിപ്പ് നൽകി. ഭക്ഷണം, വെള്ളം, താമസം, ചികിത്സ എന്നിവ തടയുന്നത് അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ജനുവരി 19 ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 88 ഫലസ്തീൻ കൊല്ലപ്പെട്ടതായി പ്രസ്താവനയിൽ അറിയിച്ചു. ഒരാഴ്ചയായി ഇസ്രായേൽ അടിച്ചേൽപ്പിച്ച സമ്പൂർണ്ണ ഉപരോധം ഗസയിൽ മുഴുവൻ ജനതയും പ്രതികൂലമായി ബാധിക്കുന്നതായി വിവിധ UN ഏജൻസികളും ചൂണ്ടിക്കാട്ടി. ഇസ്രായേലിന് ഉപരോധം മറികടന്ന് ഗസയിൽ സഹായ വസ്തുക്കൾ എത്തിക്കാനും അറബ് ലോകം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഗസയിൽ ഷുവായിയിൽ തന്നെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ഫലസ്തീൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അതിക്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വലിയൊരു ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ച ഈ മരണങ്ങൾ.